സാദിഖലി തങ്ങളുടെ സ്നേഹ സദസ്സിൽ സമസ്ത നേതാക്കൾ പങ്കെടുക്കുന്നതിൽ അനിശ്ചിതത്വം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഓമശ്ശേരിയിൽ സമസ്തയുടെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന സൂചന. KM മൗലവിയെക്കുറിച്ചുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വിട്ടുനിന്നു. സമസ്തയുടെ വിലക്കാണെന്ന് ആണ് സൂചന. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ സമസ്തയുടെ വിലക്ക് എന്ന് തന്നെയാണോ ഉറപ്പിക്കാനാവുക? ആര്യ, ഈ രണ്ട് സംഭവങ്ങളെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹസംഗമത്തിന്റെ വാർഷികം. അദ്ദേഹം അധ്യക്ഷനായ ശേഷം ആദ്യം നടത്തിയ പരിപാടിയായിരുന്നു വിവിധ മത സാമുദായിക നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള സ്നേഹസംഗമം. അതിന്റെ വാർഷിക പരിപാടിയായിട്ടുള്ള സ്നേഹ സദസ്സ് ഇന്ന് വൈകിട്ട് നടക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുള്ളത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സമസ്തയുടെ തന്നെ ഒരു പരിപാടി ഓമശ്ശേരിയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഓമശ്ശേരിയിലെ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കുമോ അതോ ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് KM മൗലവിയുടെ പരിപാടിയും കോഴിക്കോട് നടക്കുന്നത്. KM മൗലിയെ നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന KM മൗലവിയാണ് ലീഗിന്റെയും സ്ഥാപക നേതാവ്. അപ്പോൾ മുജാഹിദ് നേതാവായിരുന്ന KM മൗലവിയുടെ പരിപാടിയിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയൊക്കെ ക്ഷണിച്ചിരുന്നു. പക്ഷേ മുജാഹിദ് നേതാവിന്റെ പരിപാടിയിൽ സാദിഖ് അലി തങ്ങളെ സമസ്ത വിലക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുജാഹിദ് നേതാവായ KM മൗലവിയുടെ പരിപാടിയിൽ പങ്കെടുത്താൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന സ്നേഹസംഗമത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കില്ല എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ KM മൗലവിയെ കുറിച്ചുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നജീബ് കാന്തവരും ഉൾപ്പെടെയുള്ള സമസ്തയുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ ആരും പങ്കെടുത്തിട്ടില്ല. അത് ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുത്തുക്കോയ തങ്ങൾ ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് കടവ് റിസോർട്ടിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത്. ആന്ധ്ര മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.